ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. നമ്മുടെ സോപ്പ് മേക്കിങ്ങിന്റെ വീഡിയോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ചാനലിൽ നമുക്ക് കുറച്ച് കുക്കിംഗ് വീഡിയോസ് കൂടെ ആഡ് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ താല്പര്യമുള്ളവർ കാണണം. നമുക്ക് സോപ്പ് മേക്കിംഗ് മാത്രമല്ല ഒരു വീട്ടിലുള്ളത്, ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് സോപ്പ് മേക്കിൻ്റെ വീഡിയോ കണ്ടിന്യൂ ഇടാൻ പറ്റിയെന്ന് വരില്ല. തന്നെയല്ല, നമ്മൾ ഒരേ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് തന്നെയാണ് കൂടുതലും വീണ്ടും വീണ്ടും നമുക്ക് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു ആവർത്തന വ്യവസ്ഥയായി പോകും. അതുകൊണ്ട് ഞാനൊരു മീനിൻ്റെ പ്രിപ്പറേഷനോട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇടുക്കി സ്റ്റൈലാണ് കേട്ടോ. നമുക്കിതിൽ വേറെ എക്സ്ട്രാ മാറ്റങ്ങളൊക്കെ വരുത്താം. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു രീതി നിങ്ങളെ കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അയല വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 കിലോ വാങ്ങിയതിൽ ഒരു 1/2 കിലോ മാറ്റി വെച്ചു നമുക്ക് വറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇപ്പം നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ അയല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്ത് നമ്മൾ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇത്രയും ഐറ്റംസ് ആണ് ഇതിന് വേണ്ടത് കേട്ടോ. ഇത്രയും പോരാ, നമുക്ക് വെളുത്തുള്ളി വേണം, ഇച്ചിരി ചുവന്നുള്ളി വേണം, ശകലം പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്, ശകലം കുരുമുളക് ഇട്ടിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ ബ്ലാക്ക് പെപ്പറിന് പകരം നമുക്ക് ഇതിൻ്റെ പച്ചക്കുരുമുളകാണെങ്കിലും നമുക്ക് അരയ്ക്കാൻ കിട്ടും. പക്ഷേ ഞാൻ ഇന്ന് ചെന്ന് നോക്കിയപ്പോൾ പച്ചക്കുരുമുളക് അധികം മൂത്ത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല, കിടപ്പില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. ഒരു തരിതരിപ്പോട് കൂടിയാണ് അരച്ചെടുക്കേണ്ടത്, നല്ല ഫൈനായിട്ട് ആദ്യമേ അരയ്ക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും ഒരു മിക്സ്, ഒരു ഇഞ്ചിയുടെ കഷ്ണം കൂടെ വെക്കണം കേട്ടോ. ഞാൻ ഇഞ്ചി കഷ്ണം ഇവിടെ വെക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ ഇഞ്ചിയുടെ കഷ്ണം കൂടെ ചേർത്ത് വേണം അരച്ചെടുക്കുക. അപ്പം വെളുത്തുള്ളി വേണമെങ്കിൽ ഒരു അല്ലിയും കൂടെ കൂടുതൽ ചേർക്കാം. മുഴുത്ത വെളുത്തുള്ളി അല്ലികളാണെങ്കിൽ ഒരു 4 എണ്ണം മതി. ചെറുതാണെങ്കിൽ ഒരെണ്ണോടെ കൂടുതൽ ചേർക്കണം കേട്ടോ. ഒരെണ്ണം മീൻസ് 4 എണ്ണം എടുക്കേണ്ട സ്ഥാനത്ത് ഒരു 2 എണ്ണോടെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പം ബാക്കി ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഇത് ഗ്രൈൻഡ് ചെയ്തൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. അധികം വെള്ളം ചേർത്ത് അരയ്ക്കരുത്. ജസ്റ്റ് ഒന്ന് ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ പാകത്തിൻ്റെ ഒരു തുള്ളി വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് നന്നായിട്ടൊന്ന് എടുക്കുക. ചെറിയ തരിതരിപ്പോടെയാണ് നമ്മൾ ഇത് അരച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പം ഞാൻ ഇത് അരച്ചുകൊണ്ട് വരാവേ. അരച്ചെടുത്ത് മിക്സ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈപ്പിൽ അരച്ചെടുത്താൽ മതി, അധികം അരഞ്ഞു പോകണ്ട കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അടുത്ത് ചേർക്കാം കേട്ടോ. എൻ്റെ ഇത് കാശ്മീരി ചില്ലി ഇല്ല, ഇതല്ലാത്ത ചില്ലി, അത് കാശ്മീരി രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ചില്ലി പൗഡറാണ് എൻ്റെ ഉള്ളത്. അപ്പോൾ അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് ഈ മസാല രണ്ടും കൂടെ ചേർത്ത് ഒരു ശകലം വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കുഴയ്ക്കാം. അതായത് വെള്ളം ഒഴുകി പോകുന്ന രീതിയിൽ കുഴയ്ക്കരുത്, കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു പരുവത്തിൽ തന്നെ കുഴയ്ക്കണം. ാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അധികം ലൂസായി പോകാനും പാടില്ല, അധികം ഹാർഡായി പോകാനും പറ്റില്ല. അപ്പം നമുക്കിനി ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് ഇങ്ങോട്ട് പെറുക്കി വെച്ചിട്ട് ഇതിലേക്ക് നമുക്കിത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ തേച്ച് സെറ്റാക്കി വെച്ച് ഒരു 10-20 മിനിറ്റ് നമുക്ക് പുറത്ത് വെച്ചാലും കുഴപ്പമില്ല, ഫ്രിഡ്ജ് വെച്ചാലും കുഴപ്പമില്ല. ഫ്രീസറിൽ വെക്കരുത്, ജസ്റ്റ് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ നമുക്ക് സൂക്ഷിച്ചിട്ട് ഒരു 20 മിനിറ്റ് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് എടുത്തിട്ട് നമുക്ക് എണ്ണ ചൂടാക്കി മുരിച്ചെടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടി എല്ലാം ഇറങ്ങി കിട്ടണം. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് ഇത് മാരിനേറ്റ് ചെയ്യുന്ന കാണിക്കാൻ ഇച്ചിരി പാടുള്ളതുകൊണ്ട് ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് മാരിനേറ്റ് ചെയ്ത ശേഷം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കെടുത്ത് നല്ല രീതിയിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് വറുത്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അപ്പം ഇഞ്ചി ഉപ്പും ഒക്കെ ഇടുന്ന ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല, അപ്പോൾ നിങ്ങൾ അതോട് ചേർത്ത് കൊടുക്കണം കേട്ടോ. എല്ലാം ഞാൻ പറയുന്നുണ്ട്, പക്ഷേ ഓട്ടോമാറ്റിക്കലി എനിക്ക് കയ്യിൽ ഇത് എല്ലാം കൂടെ ചെയ്യുന്ന കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ വറക്കുന്ന വീഡിയോ കാണിച്ച ശേഷം ഫൈനൽ ലുക്ക് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സോപ്പ് വീഡിയോ അല്ല എന്ന് വിചാരിച്ചത് മാറ്റി കളഞ്ഞിട്ട് നിങ്ങൾ പോയത് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ പതുക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നവരായിട്ട് ബൈ ബൈ. അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. പാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻ വറക്കാനായിട്ട്. അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് ആക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ വറക്കാനുള്ള മീനെടുത്ത് എണ്ണ ചൂടായ ശേഷം പതുക്കെ ഒന്ന് പെറുക്കി അതിനകത്തേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഇങ്ങനെ വറക്കാനായിട്ട് വെക്കണം. ഇനി നമ്മളിവിടെ നനക്കാനേ പാടില്ല കേട്ടോ. അതായത് ഇതിൻ്റെ ഈ പുറത്തുള്ള ഇതെല്ലാം മസാലകളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അവിടെ ഇവിടേക്ക് പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം ജസ്റ്റ് ഒരു 5 മിനിറ്റത്തേക്ക് തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് പതുക്കെ ഒന്ന് കുറച്ച് വെക്കുക. കുറച്ച് ശേഷം അതിന് ശേഷം മാത്രം നമ്മൾ നമ്മുടെ മീനെ മറിച്ചിടാവുള്ളൂ. ഒരു 5 മിനിറ്റത്തേക്ക് ഒരു സൈഡ് നന്നായിട്ട് വെന്ത ശേഷം ഉണ്ടല്ലോ, മീൻ മറിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് കുറച്ച് ടൈം എടുത്തിട്ട് അതൊന്ന് തണുക്കാൻ അനുവദിച്ചിട്ട് മറിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്പീഡിൽ ഇത് മറിഞ്ഞു പോരും കേട്ടോ. അപ്പോൾ അങ്ങനെ കഷ്ണങ്ങൾ അവിടെ ഇവിടെയും പിടിച്ചിരിക്കാതെ ഇരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ മീൻ വറുത്തുകൊണ്ടിരിക്കാനായിട്ട് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞുമാവ ഏറ്റിട്ടുണ്ട്, ഇനി അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ ആരും സ്കിപ്പ് ചെയ്യില്ല കേട്ടോ. നമുക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മൾ മീൻ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇത് ശേഷം ഞാൻ തണുത്ത ശേഷം ഇത് ഒരു സൈഡ് നന്നായിട്ട് വരുമ്പോഴത്തേന് നമ്മൾ തീ പതുക്കെ കുറച്ചിടണം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഓഫ് ആക്കി ഇടുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം മീൻ തിരിച്ചിടുക കേട്ടോ.
ഇങ്ങനെ ഇരുന്ന് നല്ല സെറ്റായിട്ട് വെന്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു സൈഡ് വെന്തോണ്ടിരിക്കുകയാണ്. ഇനി ആ സൈഡ് അത്യാവശ്യം നല്ല രീതിയിലൊരു അത്യാവശ്യം നമുക്കൊരു മൊരിഞ്ഞ് കിട്ടുന്ന ഒരു പാകം അറിയാലോ. ആ ഒരു പാകത്തിൽ നമുക്ക് കുറച്ച് നേരം വെച്ചിരുന്നിട്ട് തീ കുറച്ചിടുക. പിന്നെ തീ കുറച്ചിടുക. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ഇരുന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പതുക്കെ ഒന്ന് ജസ്റ്റ് തീ ഓഫ് ആക്കുക. ഒരു സൈഡ് ആയി കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം പെട്ടെന്ന് മറിച്ചിടുക. അതായത് ഒന്ന് തണുക്കാൻ അനുവദിച്ചിട്ട് മറിച്ചിടുവാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു സൈഡ് നമുക്കിങ്ങനെ പറ്റിപ്പിടിക്കണം. അടിയിൽ ഇങ്ങനെ പിടിച്ചു പോകാതെ പറഞ്ഞു പോകാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈഡ് സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത സൈഡ് മറിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ശകലം എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അടിപൊളി അയല പൊരിച്ച് തിന്നുന്നുണ്ട്. എല്ലാവർക്കും ചോറിനാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വ്ലോഗ്. ഇവിടെ അവസാനിക്കുകയാണ്. ടാറ്റാ ബൈ ബൈ.